റൈറ്റ് 31 ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരേ രീതിയിൽ ആഡ് ചെയ്തതുപോലെ തന്നെ ആ ബോർഡർ കൂടി വന്നിരിക്കുകയാണ്. മറ്റൊരു ഓപ്ഷൻ ബോർഡേഴ്സിൽ നിന്നും ആർട്ട് എന്നൊരു കമാൻഡ് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ പല രീതിയിലുള്ള പിക്ചേഴ്സ് അതുപോലെ തന്നെ പല ഷേപ്സ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ആർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു നമ്മൾ ആർട്ടായിട്ട് സെലക്ട് ചെയ്ത് ആ ഒരു സ്റ്റൈലായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. പല രീതിയിലുള്ള ആർട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇപ്പോൾ ടോപ്പും ബോട്ടവും മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരു ആർട്ട് സ്റ്റൈലാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മാർജിൻ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്റ്റൈലിൻ്റെ വിഡ്ത്തിനെ ഈ രീതിയിൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ 4 വശങ്ങളിലും ഈ ബോർഡർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു വശം മാത്രം ബോർഡർ വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിൽ നമുക്കിവിടെ ഹൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 2 വശവും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ടോപ്പ് ബോട്ടം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതെങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഈ രീതിയിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ലേഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ ടച്ച് എന്ന രീതിയിൽ നമുക്ക് ഈ രീതിയിലുള്ള പേജ് ബോർഡേഴ്സ് ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. മുൻപ് ക്ലാസ്സുകളിൽ ഒരു പാരഗ്രാഫിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ മാത്രമായി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഹൈലൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാരഗ്രാഫിനെ അല്ലെ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്കിവിടെ മറ്റൊരു ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഫോർമാറ്റ് മെനുവിൽ നിന്നും ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെ ഷെയ്ഡിംഗ് എന്ന ഓപ്ഷൻസ് നമുക്ക് ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു കളറിനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാറ്റേൺ സ്റ്റൈല്. ഈ രീതിയിൽ നമുക്ക് പല പാറ്റേൺസ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഒരു പാറ്റേൺ സ്റ്റൈലിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പാറ്റേൺ നമുക്ക് ഇവിടെ ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ സെലക്ട് ചെയ്ത പാറ്റേൺ സെലക്ട് ചെയ്ത കളറിലേക്ക് ആഡ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഡോക്യുമെന്റിൽ പാരഗ്രാഫ് അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡിങ് നമുക്കറിയാം ഫോണ്ട് ചേഞ്ച് ചെയ്തും ഫോണ്ടിൻ്റെ സൈസ് കൂട്ടിയും ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്നീ ഓപ്ഷൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ വേർഡ് ഡോക്യുമെൻറ്റിൽ ഡിഫോൾട്ടായ രീതിയിൽ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഇപ്പോൾ ഹെഡിങ് 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ വരുന്നതാണ്. ഹെഡിങ് 3 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെഡിങ് സാധാരണ ലെഫ്റ്റ് അലൈൻമെൻറ്റിൽ ഏരിയൽ എന്ന ഫോണ്ട് 13 സൈസിൽ ബോൾഡ് എഫക്റ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെഡിങ് 2 അതുപോലെ തന്നെ ഹെഡിങ് 1 ഈ രീതിയിൽ നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു നോർമൽ സൈസിലേക്ക് പോകാനാണ് നോർമൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇങ്ങനെ നമുക്ക് ഡിഫോൾട്ടായ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫോർമാറ്റ് യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഏരിയൽ ഫോണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക് എന്നീ ഓപ്ഷൻസ്
14 സൈസിലാണ് ഫോണ്ട് സൈസ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനെ വീണ്ടും മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് മോഡിഫൈ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹെഡിങ് 2 എന്ന പേരിന് പകരം ആ പേരിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നോർമൽ, ബുള്ളറ്റ്സ്, മെസ്സേജ് ഹെഡർ, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ ബേസ്ഡ് ഓൺ എന്ന് ബോക്സിൽ ഒരു പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഏരിയൽ എന്ന ഫോണ്ടിന് പകരം നമുക്ക് മറ്റൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. അതിൻ്റെ സൈസിനെ കൂട്ടിയും കുറച്ചും, അതുപോലെ തന്നെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അതുപോലെ തന്നെ ഫോണ്ടിന് ഒരു പ്രത്യേക കളർ വേണമെങ്കിൽ ആ കളർ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഹെഡിങ് 2 ഇവിടെ ഈ രീതിയിൽ വരുത്തിയ മാറ്റങ്ങൾക്കനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. ചില അവസരങ്ങളിൽ ബുക്കുകൾ റെഫർ ചെയ്താൽ ചില വേർഡ്സിന് മുകളിലായി ഒരു സിമ്പലോ അല്ലെങ്കിൽ ന്യൂമറിക് നമ്പരോ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെയും ആ പേജിന് താഴെ ആ സെയിം നമ്പറിൽ അല്ലെങ്കിൽ ആ ചിഹ്നത്തിൽ ആ വേർഡിനെ കുറിച്ചുള്ള മീനിങ് താഴെ എഴുതിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിലേക്ക് ഇപ്പോൾ MS ഓഫീസ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ പേര് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ പേജിന് താഴെ ഫുട് നോട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 10 പേജുള്ള ഒരു ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ 10 പേജിൽ പല പല സ്ഥലങ്ങളിലായി ഇതേ രീതിയിലുള്ള വേർഡ്സ്, അതിൻ്റെ മീനിങ് നമുക്ക് അവസാനത്തെ പേജിൽ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ MS ഓഫീസ് എന്ന വേർഡിന് ഇവിടെ ഫുട് നോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി മൗസ് ഉപയോഗിച്ച് ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട്, റെഫറൻസ്, ഫുട് നോട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞു ലൊക്കേഷൻ ഫുട് നോട്ടായിട്ടും എൻഡ് നോട്ടായിട്ടും, എൻഡ് നോട്ടാണെങ്കിൽ ഇപ്പോൾ 10 പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ 10ാമത്തെ പേജിൽ എന്തൊക്കെ ഈ രീതിയിൽ എത്ര വേർഡ്സിൻ്റെ വരെയും ഈ രീതിയിൽ നമുക്ക് മീനിങ് അവസാനത്തെ പേജിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു പേജാണുള്ളത്. ഫുട് നോട്ടിൽ നിന്നും ബോട്ടം ഓഫ് പേജിൽ, പേജിൻ്റെ ഏറ്റവും അടിയിലായി നമുക്കിവിടെ നിന്നും നമ്പർ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഈ രീതിയിലുള്ള പല ഫോർമാറ്റുകളും നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ വേർഡിന് മുകളിലായി ഒരു മാർക്ക്, കസ്റ്റം മാർക്കിൽ സിമ്പിൾ സെലക്ട് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഒരു മാർക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് കണ്ടിന്യൂസ് ആയി നമുക്ക് ഈ നമ്പർ കണ്ടിന്യൂസ് ആയി നമുക്ക് അറേഞ്ച് ചെയ്യാം. കാരണം ഒന്നിൽ കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ പല വേർഡ്സിന് ഈ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ നമ്പറിങ് കണ്ടിന്യൂസ് ആയി തന്നെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇൻസെർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു ലൈൻ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ MS ഓഫീസ് എന്നതിൻ്റെ ആ മീനിങ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നാണ്, അതിവിടെ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ MS ഓഫീസ് എന്നതിൻ്റെ മുകളിലായി ഇവിടെ ഒരു കസർ കൊണ്ടുവന്ന് വന്നപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു സിമ്പല് നമ്മൾ എൻ്റർ ചെയ്ത പോലെ ഒരു സിമ്പലും ലഭിച്ചു.
ഈ രീതിയിൽ നമുക്ക് പല വേർഡ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു